ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പ്ലേസ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ അബ്സ്ട്രാക്റ്റ്, ഈ പ്രോജക്റ്റിൻ്റെ മൊഡ്യൂൾ ഡിസ്ക്രിപ്ഷൻ, ഈ പ്രോജക്റ്റിൻ്റെ ലേണിംഗ്, ഇത്രയും ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പം ആദ്യം തന്നെ അബ്സ്ട്രാക്റ്റിലേക്ക് വരാം. അപ്പം അബ്സ്ട്രാക്റ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വെബ്സൈറ്റാണ്. ഇതൊരു ഇൻട്രാക്റ്റീവ് യൂസർ ഇൻ്റർഫേസ് വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ 4 യൂസേഴ്സാണുള്ളത്. ഒന്ന് അഡ്മിൻ, വെബ്സൈറ്റ് അഡ്മിൻ, പിന്നെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ, സ്റ്റുഡൻറ്റ് ആൻഡ് കോളേജ് ഫാക്കൽറ്റീസ്. ഈ 4 പേരാണ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അബ്സ്ട്രാക്റ്റിനകത്ത് പറയുന്നത് വെച്ച് നമ്മൾ ഈ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ആഡ് ചെയ്യുന്നു, പിന്നെ ഡ്രൈവ്സ് വരുന്നതിന് അപ്ഡേറ്റ് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ, അതായത് TPO ചെയ്യുന്നത്. TPOയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ ടെസ്റ്റ് എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ആഡ് ചെയ്യും. അങ്ങനെ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാ സ്റ്റുഡൻസിനും വ്യൂ ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻറ്റ് ഇതെല്ലാം വ്യൂ ചെയ്ത് ആവശ്യമുണ്ടനുസരിച്ച് അവരതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ഈ വെബ്സൈറ്റിനകത്ത് മെഷീൻ ലേണിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻക്ലൂഷൻ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യബിലിറ്റി, സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്യുന്ന റെസ്യൂമെയും സ്കിൽസും അവർ നോക്കി അത് AI വെച്ച് അനലൈസ് ചെയ്തിട്ട് ഏത് റോളിനാണ് ബെസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതാണ് ഇതിനകത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നൊരു സംഭവം. അത് മാത്രമാണ് മെഷീൻ ലേണിംഗ് വെച്ചുള്ള ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്. കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇനി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ഓരോ മൊഡ്യൂളിലും ഡീപ്പായിട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ഹോം പേജാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഓരോ ലോഗിൻസും കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അഡ്മിൻ ലോഗിൻ പേജാണ്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അഡ്മിൻ, ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തു, ഇതിൻ്റെ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജ് വരും. അപ്പോൾ അഡ്മിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന 3 യൂസേഴ്സാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. സ്റ്റുഡൻറ്റിനെ മാനേജ് ചെയ്യുന്നു, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ TPOനെ നോക്കുന്നു, കമ്പനീസിനെ നോക്കുന്നു, ഫാക്കൽറ്റീസിനെ നോക്കുന്നു. ഇവരെല്ലാവരും നോക്കി ആൾക്കാരെ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. പുതിയൊരു റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് അഡ്മിൻ നോക്കിയിട്ട് അപ്രൂവ് ആൻഡ് റിജക്റ്റ് ചെയ്യുന്നു. ഇത് സ്റ്റുഡൻറ്റിൻ്റെ വ്യൂ ആണ്. ഇതുപോലെ TPOയുടെ വ്യൂ കാണിച്ചു തരാം. ഇത് TPOയുടെ വ്യൂ ആണ്. പിന്നെ കമ്പനീസ് കാണിച്ചു തരാം. ഇത് കമ്പനീസ് രജിസ്റ്റേർഡ് വിത്ത് ദിസ് വെബ്സൈറ്റ് ആൻഡ് ദെൻ ഫാക്കൽറ്റീസ്. ഓക്കെ, സോ മെയിൻ ആക്ടിവിറ്റി ഇതാണ്. പിന്നെ ഈ അഡ്മിൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിന് യൂസേഴ്സ് തരുന്ന ഫീഡ്ബാക്സ് എല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അഡ്മിൻ്റെ ആക്ടിവിറ്റി. നെക്സ്റ്റ് കമ്പനിയുടെ ആക്ടിവിറ്റിയിലേക്ക് പോകും. ഓക്കെ, ആസ് എ കമ്പനി, ഒരു കമ്പനി ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്പനി അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഐ ആർ ആക്റ്റീവ് ടു വർക്ക്, അവരിതിനകത്ത് ഡ്രൈവ്സ് ആഡ് ചെയ്യും. ലേറ്റസ്റ്റ് ഡ്രൈവ് വിത്ത് എന്താണ് ഡ്രൈവ് ഡീറ്റെയിൽസ്, സാലറി, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എൻഡ് ചെയ്യുന്നു, ഏത് കോഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് പാസ് ഔട്ട് ഇയേഴ്സിനാണ് ഇത് കൊടുത്തേക്കുന്നത്, അതെല്ലാം അവർ ആഡ് ചെയ്യുന്നു. പിന്നെ നോട്ടിഫിക്കേഷൻസ്, സ്റ്റുഡൻസ് ആരെങ്കിലും അവരുടെ ഡ്രൈവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഡ്രൈവ് ഡീറ്റെയിൽസും അവർക്ക് ഇവിടെ കാണാൻ പറ്റും, അവർ ഏതൊക്കെ ഡ്രൈവ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തു എന്നുള്ളത്. ഇതാണ് ഒരു കമ്പനി, ആസ് എ കമ്പനി ഈ വെബ്സൈറ്റിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇനി പറയാൻ പോകുന്നത് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസറിൻ്റെ ആക്ടിവിറ്റീസാണ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്, സ്റ്റുഡൻറ്റിനെ പോലെ. ഇതിനകത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ TPOസിന് ഒരു കമ്പനിയുടെ ആപ്റ്റിറ്റ്യൂഡ് നടത്തണമെന്നുണ്ടെങ്കിൽ അവരൊരു ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് ആഡ് ചെയ്യും. എക്സാം ഡീറ്റെയിൽസ്, എന്താണ് എക്സാം, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ആ ഡീറ്റെയിൽസ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഈ നോട്ടിഫിക്കേഷൻ സ്റ്റുഡൻസിന് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻസിന് നോക്കിയിട്ട് അവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ജോബ് ഓഫേഴ്സ്. കമ്പനിക്കാർ അവരുടെ ഡ്രൈവ് ഇടുമ്പോൾ ഈ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ അപ്രൂവ് ചെയ്ത് മാത്രമേ അവരുടെ കോളേജിലേക്ക് ഇത് പോകത്തുള്ളൂ. അപ്പോൾ അത് അപ്രൂവ് ചെയ്യാനുള്ള സംഭവമാണ് ഇത്. ഇത് കഴിഞ്ഞാൽ
നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്. ഇത് ഒരു മെഷീൻ ലേണിംഗ് പോർഷനാണ്. ഇവിടെ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ജനറേറ്റ് ബട്ടൺ വന്നേനെ. അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ ടെസ്റ്റിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെഷീൻ ലേണിംഗ് സെക്ഷനിലേക്ക് ചെല്ലുന്നു. ഇവിടെ നമ്മൾ ആ ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഒരു ഡേറ്റ കിട്ടുന്നു. അത് നമ്മൾ തിരിച്ചിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ലേബിൾസും കാര്യങ്ങളും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പ്ലേസ്മെൻറ്റിൻ്റെ റിലേറ്റഡ് സ്കിൽസിൻ്റെ ലേബിൾസും പ്രിഡിക്ഷൻ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ടി പിയുടെ ആക്ടിവിറ്റീസ്. പിന്നെ ടി പിയുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇത്രയും ആക്ടിവിറ്റീസാണ് ടി പി ഒ ചെയ്യുന്നത്. ഇനി നമുക്ക് യൂസറിലേക്ക് പോകാം. Okay, so ഇതാണ് സ്റ്റുഡൻറ്റിൻ്റെ ഹോം പേജ്. വൺ സ്റ്റുഡൻസ് ലോഗ് ഇൻ ടു ദി വെബ്സൈറ്റ്, ദേ വിൽ സീ ദിസ് പേജ്. ഓക്കെ, സോ അവർ കാര്യങ്ങൾ എങ്ങനെ, അവർക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് വരും, അവർ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് അവരുടെ സ്കിൽസ് അവർ ആഡ് ചെയ്യും. ഇതായിരിക്കും ഡേറ്റ ആയിട്ട് ചെല്ലുന്നത് മെഷീൻ ലേണിങ്ങിന്. അക്കാഡമിക്സിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം അവർ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്ലോഡിനകത്ത് റെസ്യൂമെ അപ്ലോഡ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതും സ്റ്റുഡൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതുണ്ട്, അവരുടെ സ്കിൽസ് വ്യൂ ചെയ്യുന്നത്, അക്കാഡമിക് റിസൾട്ട്സ് വ്യൂ ചെയ്യുന്നതും, പിന്നെ ഡ്രൈവ്സ് വരുമ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. ഇവിടെ ഓൾറെഡി ഈ പറയുന്ന സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവർ ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്തിട്ടുള്ള ഡ്രൈവ്സിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പം ഇത്രയും ആക്ടിവിറ്റീസാണ് സ്റ്റുഡൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. See you in next video. Bye bye.